ഹായ് ഫ്രണ്ട്സ്, സാറ്റർഡേ എല്ലാവർക്കും അവധിയുള്ള ദിവസം ഞങ്ങൾ ഉച്ചയ്ക്ക് ചോറൂണെല്ലാം കഴിഞ്ഞ് പുറത്ത് പോവാട്ടോ. പൊന്നൂട്ടി തക്കുജു ഹായ് ഹായ് പറഞ്ഞേ ഹായ്. ഞങ്ങളിങ്ങനെ ചുമ്മാ ഒന്ന് ജസ്റ്റ് ചെറിയൊരു ഷോപ്പിങ് അതിനായിട്ട് ചുമ്മാ ഒന്ന് കറങ്ങാൻ പോവാട്ടോ. സമയം 2:15 ഇന്നാരും ഉച്ചയ്ക്ക് ഉറങ്ങിയൊന്നുമില്ല. ഫുഡ് കഴിച്ച് കഴിഞ്ഞു. ഞങ്ങൾ പോവാട്ടോ. നല്ല ചൂടുണ്ട്, നല്ല വെയിലുണ്ട്. രണ്ടുപേരും ക്യാപ്പ് എടുത്തിട്ടുണ്ട്. നല്ല പുറത്തുള്ള വെയിലാണല്ലോ. ചുമ്മാ ക്യാപ്പൊക്കെ എടുത്ത് കയ്യിൽ വെച്ചു. കുട്ടുമോൻ ഇന്ന് ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു, പക്ഷെ ഇന്ന് ക്ലാസ് ഇല്ല. അപ്പോൾ അതിൻ്റെ ഹാപ്പിയിൽ എല്ലായിടത്തും പെരുന്നാളൊക്കെ ആണല്ലോ. കഴിഞ്ഞ ആഴ്ച ഇവിടെ പെരുന്നാളായിരുന്നു. ഇന്ന് നാളെ ചേട്ടായുടെ വീട്ടിൽ പെരുന്നാളാണ്, അവിടെ പോകണം. ഇന്ന് ഞങ്ങൾ ചുമ്മാ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ പോവാട്ടോ. നമ്മളെങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയില്ല, എന്നും പറയണ പോലെ അല്ലേ, അങ്ങനെ തോന്നിയില്ല. ചേട്ടായി ഒന്നും പറഞ്ഞില്ല, ചേട്ടായിക്കും അറിയത്തില്ല. എങ്ങോട്ടെങ്കിലും പോകാമെന്നാണ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞങ്ങൾ ചുമ്മാ പോവുകയാണ്, എവിടെ എത്തുമെന്ന് അറിയത്തില്ല. ചുമ്മാ വീട്ടിൽ ഇരിക്കുമല്ലേ, അപ്പോൾ ചുമ്മാ ചെറുതായിട്ടൊന്ന് പുറത്ത് പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വരുവാണെങ്കിൽ എല്ലാവരും ഹാപ്പി ആയിരിക്കും. അപ്പം അങ്ങനെ പോവുകയാണ്. കുട്ടുമോൻ ഇതൊന്നും പറയാനില്ലേ? കുഞ്ഞുട്ടി എന്താ പറയാനുള്ളത്? ഹാപ്പിയാണോ പുറത്ത് പോകുന്നതുകൊണ്ട്? അവിടെ ഇരിക്കും, മാവേടുത്തിരിക്കും. അവളെല്ലാം ഇപ്പം ഇങ്ങോട്ട് വരും. ഉണ്ടോ? അവിടെ ഇരിക്കുന്നവരെല്ലാവരും അവിടെ ഇരുന്നാൽ മതിയേ. അമ്മ ഇങ്ങനെ കാണിക്കാം കേട്ടോ. ജോവിൻ സ്റ്റീവിന് എന്താ പറയാനുള്ളത്? ഈ നിമിഷം ഹാപ്പിയാണോ? ചേട്ടായി എന്താ? ഇവിടെ ഇല്ലേ, ക്യാമറ ഓണാക്കി ആർക്കൊന്നും പറയാനില്ല. ഞാൻ തന്നെ ഇങ്ങനെ വായിട്ട് ചിലക്കൊണ്ട് വെക്കേണ്ട വരും. അതുകൊണ്ടാണ് ഇവരോട് എന്തെങ്കിലും പറയാൻ മതി, ഇവരൊന്നും പറയില്ല. തക്കുച്ചു ഉറങ്ങാൻ സമയമാട്ടോ. ഉച്ചയ്ക്ക് ചോറുണ്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരം ഉറങ്ങാറുണ്ട്. പക്ഷെ ഇന്ന് ഉറക്കില്ല. നേട്ടായി ഉറങ്ങുന്നതിന് മുമ്പ് ഗ്യാസ് അടിച്ചു. അപ്പോൾ നല്ല ചൂടുണ്ട് കേട്ടോ വെയിലിന്. ചേട്ടായി ഞാൻ ഓണടിച്ചു തരട്ടെ? മോരുടെ ചക്കുജി കുഞ്ഞേച്ചിയുടെ മടിയിൽ കിടന്നു. കുഞ്ഞേച്ചി പിടിച്ച് കിടത്തിയതാന്ന് തോന്നുന്നു. നമ്മുടെ ഡ്രൈവർക്ക് ഉറക്കം വന്ന് തുടങ്ങി കേട്ടോ. അങ്ങനെ ഞങ്ങളിപ്പോൾ പുതുക്കാട് ടൗണെത്തി. ചെറുതായിട്ട് തിരക്കുണ്ട്, വലിയ തിരക്കൊന്നുമില്ല കേട്ടോ, എന്നാലും ചെറുതായിട്ടുണ്ട്. ഇവിടെ ടാക്സിയുടെ സ്ഥലമാണ്. അപ്പോൾ ടാക്സി ഇടുന്ന ടാക്സി സ്റ്റാൻഡ് ആ സൈഡിൽ നല്ല ബ്ലോക്ക് ആട്ടോ. അവിടെ സ്വന്തം വീട്ടിൽ വണ്ടി സ്വന്തം വീട്ടിൽ കൊണ്ടിടും. അവരാ ആ ചേട്ടൻ ഇവിടെയാണോ അപ്പോൾ ടാക്സി ഓടിക്കണേ? ആ ചേട്ടൻ ടാക്സി ഓടിക്കുന്നില്ല, ആ ചേട്ടൻ ഓട്ടോറിക്ഷ ഓടിക്കുന്നു. എന്തെങ്കിലും ഓട്ടോ ഉണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് കാർ എടുത്തോണ്ട് പോകുന്നു, അങ്ങനെയുള്ളൂ. അല്ല, ടാക്സിന്ന് എഴുതിയിട്ടുണ്ട്, പക്ഷേ അത് സ്റ്റാൻഡിൽ പോയി കിടക്കില്ല. അദ്ദേഹത്തിന് എവിടെന്നെങ്കിലും പോകണമെന്ന് വിളിക്കുവാണെങ്കിൽ വണ്ടി എടുത്തു പോകും. അത്ര നേരം അയാൾ ഓട്ടോറിക്ഷ ഓടിക്കും. അപ്പോൾ എനിക്ക് എൻ്റെ ഊഹം വെച്ചിട്ട് ചേട്ടായി ഡ്രൈവ് ചെയ്യുന്നത് കൊടകരയ്ക്കാന്ന് തോന്നുന്നു. ഈ നിമിഷം നമുക്ക് ചേട്ടായിട്ട് ചോദിച്ചു നോക്കാം, കൊടകര കറക്റ്റ് ആണോ എന്ന് ആൻസർ. അപ്പോൾ നമ്മൾ കൊടകരയ്ക്ക് പോവുകയാണ്. അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ റോഡിൽ. ഇതാണോ ചേട്ടായി പറഞ്ഞ അമ്പലം? മലയ്ക്ക് പോകുന്നവരൊക്കെ ജസ്റ്റ് ഇവിടെ ഒന്ന് ഇറങ്ങി ഇട്ട് പോകും. മലയ്ക്ക് പോകുന്നവിടെ ബസ്സൊക്കെ കിടക്കുന്നുണ്ട് അവിടെ. ഇതാണ് ചെറിയൊരു പുഴ, ചെറുതല്ല വലിയ പുഴ അല്ലേ? ഏത് പുഴ? കുറുമാലിപ്പുഴ. കുറുമാലിപ്പുഴയിൽ ഇറങ്ങി കുളിച്ചിട്ട് അവർക്ക് മലയ്ക്ക് പോകും. അപ്പോൾ നമ്മൾ പെട്രോൾ പമ്പിൽ
CNG അടിക്കാൻ കയറിയിട്ടുണ്ട്. അയ്യോ ഇവിടെ തിരക്കാണല്ലോ. അപ്പോൾ വേറെ സ്ഥലത്ത് പോവാം. ഇവിടെ 1, 2, 3 വണ്ടി. നമ്മൾ ക്യൂ നിന്നാലും ചിലപ്പോൾ CNG തീർന്നത് ലാസ്റ്റ് അവർ പറയും. ഇവിടെ തിരക്കാണ്. നമ്മൾ CNG അടിക്കാൻ വന്ന കേട്ടോ. നല്ല തിരക്കാണ്. എന്നാലും ഇവിടെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഈ 2 വണ്ടികളുണ്ട്. അപ്പോൾ നമ്മൾ പെട്രോൾ പമ്പിൽ കയറിയതായിരുന്നു CNG അടിക്കാൻ വേണ്ടി. അത് തീരെ പ്രഷറില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ അടിച്ചില്ല. വേറെ എവിടെ നിന്നെങ്കിലും അടിക്കാം. പക്ഷെ അവിടെ ഉണ്ട്. പക്ഷേ ഇനി തിരിച്ച് കറങ്ങി വന്നിട്ടൊക്കെ അടിക്കണം. നമുക്ക് സമയം ലാഭിക്കാമെന്ന് കരുതി അവിടെ വെയിറ്റ് ചെയ്താൽ തീരെ പ്രഷറില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ അടിച്ചില്ല കേട്ടോ. ഞങ്ങൾ പിന്നെ പോവാണ്. മലയ്ക്ക് പോകുന്ന വണ്ടി കേട്ടോ. ശബരിമല വണ്ടിയാണ്. ഇനി നമ്മുടെ ഇവിടുത്തെ കാഴ്ചകൾ എന്താണ്? ഇത്ര നാൾ നമ്മൾ സ്റ്റാറിലായിരുന്നു കേട്ടോ. ഈ സ്റ്റാറ് പിന്നെ പിണ്ടി പെരുന്നാളിൻ്റെ പിണ്ടി അലങ്കാരം. ഇപ്പം നമ്മൾ റോഡിൽ കാണുന്ന കാഴ്ച എല്ലാം മാവും പൂത്ത് വെക്കുന്നത് കേട്ടോ. റോഡ് സൈഡിലെ എല്ലാം മാവും പൂത്തു കേട്ടോ. ഈ മാങ്ങയുടെ സീസണാണ്. മാങ്ങ, ചക്ക ഒക്കെ സീസണാണ്. തക്കുച്ചയുടെ കിടന്നോ? അവിടെ കിടന്നോ? അപ്പോൾ നമ്മൾ അടുത്ത പെട്രോൾ പമ്പിന് പെട്രോൾ അടിക്കാൻ എത്തിയിരിക്കുകയാണ്. ഇവിടെ CNG ഇല്ല ഏട്ടായി. ഉറക്കം വരുവാണോ? പോയത് ചെറിയൊരു അമ്പ്. അതെന്താ? അമ്പ് വീടുകളിലേക്കുള്ള അമ്പല്ലേ? നമ്മുടെ ആനയെ കണ്ടോടാ? ശരിക്കും ഇപ്പൊ നമ്മള് ആതിരപ്പള്ളിക്കാണ് വന്നിരിക്കണേ. കോളേജാ? ഇതാ നല്ല ഭംഗിയുണ്ട് കേട്ടോ. യെസ്. ഇത് ഏത് പള്ളി ഏട്ടാ? നല്ല ഭംഗിയുണ്ട് കേട്ടോ ആ പള്ളിയുടെ ചൗക്ക. ആണോ? ചൗക്കപ്പള്ളിയില നല്ല ഭംഗിയുണ്ടല്ലോ ഫ്രണ്ടൊക്കെ കാണാന്. ഇവിടെ അല്ല നമ്മള് പോകുന്നേ. ഇതാണ് നമ്മുടെ ഡ്രീം വേൾഡ്. അവിടെയല്ല പോകുന്നത്. നമ്മൾ ആതിരപ്പള്ളിക്കാ പോകുന്നത്. ആതിരപ്പള്ളിക്കാ പോകുന്നത്. നമ്മൾ ആതിരപ്പള്ളിക്ക് പോയിക്കൊണ്ടിരിക്കുകയാട്ടാ. സ്കൂളിലെ പിള്ളേർ മല നോക്കിയ പനുട്ടി. മേലിലേക്ക് കണ്ട മല 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 മല. ഇവിടെ നോക്ക്. ഇവിടെ കണ്ട മോനുട്ടി മല കണ്ടോടി? നല്ല പേടിയല്ല. ഇന്നാളെ ഒരു പാർക്കില് പോയപ്പോ ഉരുണ്ട് ഉരുട്ടി പോന്നു. ഞാൻ പേടിച്ചു. പൊന്നുട്ടിയുടെ സൈഡിലല്ലേ മല? മലയല്ല, കുന്ന്. കുന്ന്. മലയുടെ സ്പെല്ലിംഗ് മലയുടെ സ്പെല്ലിംഗ് എന്നാ? മല മല. താത്തിയുടെ ഉടുപ്പ് താത്തിയിട്ട് തക്കുച്ചു. മല കണ്ട നമ്മളെടുക്കണ്ട. കണ്ടാ കുട്ടി? കണ്ടാടാ? അയ്യാ ഇതല്ലേ എണ്ണപ്പന. അത് കണ്ട എണ്ണപ്പന കണ്ട? ഇവിടെ ആന ഇറങ്ങുന്ന സ്ഥലമാണ്. ഇതാ പോയിട്ട് എണ്ണ ഉണ്ടാക്കുന്നത്. എണ്ണപ്പന എണ്ണ ഉണ്ടാക്കുന്നതല്ലേ? ഇതാണ് അപകട വളവ്. ആതിരപ്പള്ളിക്ക് പോകുന്ന അപകട വളവ്. ഒട്ട് മല കണ്ടാടാ? മേളില് കണ്ടാ? ഈ കടക്കാർക്കൊക്കെ റിസ്ക് അല്ലേ ഇപ്പൊ? രാവിലെ കാട്ടുപട്ടി കാട്ടുനായ. എപ്പോ വേണേലും ആന വരാലോ. ചെറിയൊരു പള്ളി.
ഇതും കട സൈഡില് ചെറിയൊരു ചെറുതല്ലേ സിൽവർ സ്റ്റോം. അപ്പൊ നമ്മള് മുമ്പേ കണ്ട എന്തായിരുന്നു? ആ അത് ഡ്രീം വേൾഡ് ആയിരുന്നു. ഇനി സിൽവർ സ്റ്റോമില് ഈ ആതിരപ്പള്ളി വാട്ടപ്പള്ളി വേണ്ടൊക്കെ വരുന്നുണ്ട്. അയ്യോ സിൽവർ സ്റ്റോമിൽ എന്തോ ഒരു ആൾക്കാരാട്ടാ ഇവരൊക്കെ വന്ന് സിൽവർ സ്റ്റോമിലേക്കാ. ഞാൻ വന്നിട്ടുണ്ട്. ഞങ്ങള് ഈ വഴിയുള്ള വരുമ്പോ വലിയ സ്പേസ് വലിയ സ്പേസ് ഞാൻ പറഞ്ഞില്ലേ സിൽവർ സ്റ്റോം. ഇത് ഞങ്ങൾ വന്നല്ല. അങ്ങോട്ട് പോയി 1 മണി കഴിഞ്ഞിട്ടാ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാൻ പറ്റുള്ളൂ. ചുറ്റും എല്ലായിടവും തന്നെ കണ്ടു. നീ കാണാനൊന്നും ചക്കുചു ഉറങ്ങി. ആതിരപ്പള്ളിയാന്ന് തോന്നല്ലേ ഇപ്പൊ ഇത്? പെരുന്നാൾ എല്ലാ പള്ളിയിലും പെരുന്നാൾ ഈ ജനുവരിയിലാണോ? അപ്പം നമ്മൾ ഈ പ്രതീക്ഷിക്കാതെ പോകുന്ന പോക്കാണല്ലോ. ഇങ്ങോട്ട് വരണമെന്നൊന്നും പ്രതീക്ഷയില്ല. അതുകൊണ്ട് ഒരു കടയിൽ കയറി വെള്ളവും സ്നാക്സൊക്കെ മേടിക്കും കേട്ടോ. ചേട്ടായി കുട്ടൻ ഉറങ്ങി. നമ്മൾ ഇങ്ങോട്ട് വരണമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. ചുമ്മാ ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വഴിക്ക് പകുതി മാറ്റി കാട്ടുതീ തടയുക. അപ്പോൾ നമ്മൾ ആതിരപ്പള്ളിയിൽ എത്തിയിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ വണ്ടി തിരക്ക് കാരണം നമ്മൾ രണ്ടുപേരും വീട്ടിൽ പോകും. നമ്മുടെ വണ്ടി ഇടാൻ നമുക്ക് പാർക്കിംഗ് ഇടാൻ ചെയ്യാൻ സ്ഥലം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ വാട്ടർഫാൾ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കുറേ പോകുന്നു കേട്ടോ. ഇപ്പൊ നമ്മൾ ഇടയ്ക്ക് കൂടെ ചെന്നങ്ങ് കയറണം. ഇവരെന്നാ ബാക്കിയുള്ളവരെ കടത്തിയും പിടിയില്ല, ഇവര് കയറുമില്ല. ഈ അവസ്ഥ ഇപ്പൊ ലേസ് എടുക്കില്ല കിട്ടൂ. അപ്പൊ ഞങ്ങൾ ആതിരപ്പള്ളിയിൽ എത്തി. പക്ഷെ ആതിരപ്പള്ളിയില് എവിടെ അതെ കൊരങ്ങന്മാർ ആണോ? അതേ വണ്ടിയുടെ മേളിൽ ഇരിക്കുന്നു. ഈ മരത്തിന് മേളിൽ ഇരിക്കുന്ന കൊരങ്ങനെ നിങ്ങൾ കണ്ടോ? കണ്ടെങ്കിൽ കമന്റ് അടിക്കുവോ? പക്ഷെ കണ്ടു കാണിച്ചിട്ട് മറ്റേ സൂം ചെയ്യണമായിരുന്നു. സൂം ചെയ്തായിരുന്നു. അവരുടെ കയ്യിൽ നിന്ന് കുപ്പി മേടിച്ചിട്ട് പോയത് കണ്ടോ പെൺകുട്ടി? അവരുടെ കയ്യിൽ നിന്ന് വെള്ളം കുപ്പി മേടിച്ചിട്ട് പോയത് കണ്ടോ ചേട്ടന്മാരുടെ കയ്യിൽ നിന്ന്? അതാണ് ഇവിടുത്തെ കൊരങ്ങന്മാരുടെ ഞങ്ങൾ അതുകൊണ്ട് ഇപ്പൊ പിന്നെ നമുക്ക് പേടിയോ? നമ്മൾ രാത്രിയായിട്ടല്ലേ വരുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇനി ഇവിടുത്തെ പരിപാടി ഇപ്പൊ നമ്മൾ നേരെ പോകുന്നത് വാഴച്ചാലിലേക്കാണ്. ഇനി അവിടുത്തെ സ്ഥിതി എന്താവും അറിയത്തില്ല. ഏതായാലും നമ്മൾ ഇന്ന് വന്ന ദിവസം ആകെ ഒരു ഇതില്ലാത്ത ദിവസമായി പോയില്ലേ. നമ്മൾ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ പോകുന്ന കേട്ടോ. എത്തിയപ്പം കുജു ഉറങ്ങിയും പോയി. നമുക്ക് നോക്കാം, വാഴച്ചാലിൽ പോയി നോക്കാം. അവിടെ വെള്ളത്തിന്റെ പരിപാടി തന്നെയല്ലേ, കണ്ടു നോക്കാം അല്ലേ ചേട്ടായി? വാഴച്ചാലിലേക്ക് കുറെ പോണുണ്ടോ ഇനി? 15 മിനിറ്റ് കൂടെ ഉണ്ടല്ലേ. ഇങ്ങോട്ടൊന്നും ആരും പോകാത്തപ്പേ പോയി നോക്കാം. വാഴച്ചാലിന് പോകുന്ന വഴിയാണേ. ഇവിടെ ഉരുൾപൊട്ടൽ സംഭവിച്ച പൊന്നുട്ടി പണ്ട് ഉരുൾപൊട്ടൽ സംഭവിച്ച സ്ഥലമായത്. നല്ല വ്യൂ ആട്ടോ ഇവിടെ, നല്ല ഭംഗിയുണ്ടല്ലേ. വാവ്, ഇത് ഫുള്ള് മുളയാണോ? അപ്പൊ മുളയുണ്ട് മരം. ഇങ്ങോട്ട് ആരും പോന്നിട്ടില്ല കേട്ടോ, നമ്മള് തന്നെയുള്ളൂ.
വേഴാമ്പലോ മലമുഴ ആ ഒരു വണ്ടി പോകുന്നുണ്ട്. അപ്പ കുരങ്ങന്മാരെ കൊല്ലായിട്ടൊരു 1000 രൂപ നമ്മൾക്ക് പിച്ചില് നീ ഒരു കൊതു കടിച്ച പേടിച്ചോടുന്ന ആളാ കുരങ്ങനെ മന്ദരിക്കണം. നിങ്ങളൊക്കെ ചെയ്ത പോലെ തന്നെ വാവ് എനിക്കിതിലെ കൂടെ കയറാനൊരു ഇതുവരെ കയറിയിട്ടില്ലല്ലോ. ഇതാണോ സ്ഥലം? വരുമ്പോ ഇവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കാവേ. വരുമ്പോ അതിലെ കൂടെ കയറി ഫോട്ടോ അയ്യോ കണ്ട കണ്ട ഇടി ഇടി ഇത് ക്യാമറയിൽ പതിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു കേട്ടോ. എന്തോരം കുരങ്ങന്മാരാ വരാന്തേക്കടെ ഇരുന്ന് മതിലേക്കടെ. മുന്നോട്ട് കണ്ടില്ല, മതിലേക്കടെ ഇരിപ്പുണ്ടായിരുന്നു. പൊന്നൂട്ടി ഇപ്പൊ ഇറങ്ങണ പൊന്നൂട്ടിയുടെ തലയുടെ സ്ലൈഡ് വരെ പറിച്ചുകൊണ്ട് പോകും. അയ്യോ എന്നെ സ്ട്രെയിഡ് പറിച്ചു കളയല്ലേ. എന്റെ ഇഷ്ടപ്പെട്ട സ്ട്രെയിഡുകളെ അമ്മ മേടിച്ചത്. മമ്മിയെ പോലെ വർത്താനം പറയും വേറെ സൗണ്ട് വരുന്നത്. ടിക്കറ്റ് കൗണ്ടറാണോ ചേട്ടാ ഇത്? നമ്മുടെ കുരങ്ങച്ചനിരിക്കണുണ്ടോ? കുരങ്ങച്ചനിരുന്ന് ചെവി മാന്തണം. ഇതേ മാന്തണം. അച്ഛനിരിക്കണുണ്ടോ? ടുട്ടുന് തല മാറ്റടാ. അപ്പോൾ നമ്മൾ വാഴച്ചാൽ വെള്ളച്ചാട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. പൊന്നൂട്ടിയുടെ അടുത്തേക്ക് പൊന്നൂട്ടിയുടെ അടുത്തേക്ക് വാഴച്ചാലിൻ്റെ വരദാനം കണ്ടപ്പേ മഴമുഴക്കി വേഴാമ്പൽ. അപ്പോൾ നമ്മൾ വാഴച്ചാലിൽ എത്തിയിരിക്കുകയാണ്. താഴത്തോട്ട് നടന്നു പോവാട്ടോ. നമ്മുടെ വാഴച്ചാലിൻ്റെ ഭംഗി കണ്ടോ? പൊന്നു ടുട്ടു 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 നോക്ക്. അപ്പോൾ നമ്മൾ വാഴച്ചാൽ വെള്ളത്തിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ചക്കുച്ചി ചേട്ടായി ചക്കുച്ചി ഉറക്കനെ എണീറ്റു. ഇന്ന് നോക്കി അമ്മേൻ്റെ ഫോണിലേക്ക് വന്നിട്ട് Yeah. കണ്ടു പൊന്നൂട്ടിയുടെ വീടാണത്. ബൈ.
വീഡിയോ തന്നെയാ. അപ്പം നമ്മൾ 5 മണി വരെ ഉള്ളൂ കേട്ടോ സന്ദർശന സമയം. 5 മണിയായി. നമ്മളൊരു ചായയല്ല കോഫി അല്ലേ, കോഫിയൊക്കെ കുടിച്ച് ഐസ്ക്രീം, സ്ട്രോബെറി വാനില ഐസ്ക്രീം ഒക്കെ കഴിച്ച് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇനി വീട്ടിലേക്ക് നേരെ പോകാം. അങ്ങനെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒട്ടും പ്ലാൻ ചെയ്യാതെ വന്ന യാത്രയായിരുന്നു. എന്നാലും നന്നായിരുന്നു അല്ലേ. ചേട്ടായിക്കൊരു ബിഗ് താങ്ക്സ്. ചേട്ടായി പറയുകയാണെ എൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് അതിൻ്റെ അഡ്വാൻസ് ആയിട്ട് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് കൊണ്ടുപോകുന്നതെന്നാണ് പറഞ്ഞത്. ഇന്നല്ലാട്ടോ ബർത്ത്ഡേ വരുന്നതേ ഉള്ളൂ. അപ്പം അതിൻ്റെ അഡ്വാൻസ് ഗിഫ്റ്റായിട്ട് വന്നതാന്നാ പറഞ്ഞു. അപ്പോൾ നമ്മൾ വാഴച്ചാലിൽ നിന്ന് തിരിച്ചു പോവുകയാണ്. ഇതിലൊക്കെ ബസ് റൂട്ടൊക്കെ ഉണ്ടല്ലേ. ബസ്സിന്റെ ഇത് മലക്കപ്പാറ വരെ പോകും. പിന്നെ ഒരെണ്ണം ചീനിക്കാസ് ഉണ്ട്, അത് വാൽപ്പാറ വരെ പോകും. പിന്നെ KSRTC ഉണ്ട് തമിഴ്നാട് പൊള്ളാച്ചി വരെ പോണത്. ഇത് നേരെ പോയ പൊള്ളാച്ചിയിലെത്തും അല്ലേ? ഇപ്പൊ വാൽപ്പാറ പൊള്ളാച്ചി ഈ തമിഴ്നാട്ടുകാർക്ക് ഇത് അടുത്ത വെറുതെ കൊറേ നമ്മള് ഫുള്ള് തമിഴക്കാര് കണ്ടത്. പാട്ട് വെക്കാനുണ്ടാവും. ഞങ്ങള് കുർബാന ചെയ്യുന്നതിന് പൊള്ളാച്ചിക്ക് ടൂർ പോയേ. നിങ്ങള് പൊള്ളാച്ചിക്ക് ടൂർ പോയേ? കുർബാന ചെയ്യുന്നുണ്ട്. അന്ന് ഇവൻ ടൂർ പോയായിരുന്നല്ലേ. പക്ഷെ എനിക്ക് ഒരു ഓർമ്മ കിട്ടും. എനിക്കിപ്പോ ഓർമ്മയെല്ലാം നശിച്ചു കേട്ടോ. അവിടെ എന്നാടാ നിങ്ങൾ കണ്ടപ്പോ? ഡാമ്, വലിയൊരു മല, പാർക്ക്, കയറി ഇറങ്ങി വരാം. ഈ മുളയുടെ പോലെ കാണുന്നില്ലേ, അത് തിന്നാൻ വേണ്ടി വരുന്നല്ലേ. അവിടെ നമുക്കൊന്ന് ഇറങ്ങാം. നല്ലൊരു പ്ലേസ് ആണ്, നൈസ് പ്ലേസ്. ഇത് ചാർപ്പ പാലാട്ടോ, ചാർപ്പ. വെള്ളം കുറവാ. കൊങ്ങച്ചനെ കണ്ട? ഇത് അമ്മയുടെ ഫോണിലേക്ക് നോക്ക്. എന്തോ ഇതേ കൊരങ്ങനെ കണ്ട. ഇതാണ് നമ്മള് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പോയപ്പോഴത്തേക്കും കുരങ്ങന്മാരില്ല നമ്മുടെ കാറിന്റെ മേളിലായിരുന്നു കേട്ടോ. ഇപ്പൊ അതിന് എല്ലാവരുടെയും ഓടിച്ചു വിട്ടിട്ട് കണ്ടോ പേൻ നോക്കുന്ന കണ്ടോ. ഒരു കുരങ്ങൻ മറ്റേ കുരങ്ങന്റെ തലയിൽ പേൻ നോക്കുന്ന കണ്ടോടാ, കണ്ടോ. ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. അപ്പം ഞങ്ങൾ പതുക്കെ പോകാൻ തുടങ്ങും കേട്ടോ വീട്ടിലേക്ക്. വെളിച്ചം കുറയ്ക്കണോ? അതാ കൂട്ടിലേക്ക്, കീറാത്ത കൂട്ടിലേക്ക് ഇട്ടോ, ഒത്തിരി കീറാത്ത കൂട്ടിലേക്ക്. നമ്മുടെ ആതിരപ്പള്ളിന്ന് ആൾക്കാർ കണ്ടിട്ട് ഇറങ്ങണ കണ്ടോ. ഭയങ്കര സാറ്റർഡേ ആയതുകൊണ്ടേ നല്ല തിരക്കാട്ടോ. എന്നാലും ഇവിടെ ഇറങ്ങാൻ ഇന്ന് പറ്റത്തില്ല. അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമുക്ക് ഇറങ്ങാം അല്ലേ ചേട്ടായി? ഉണ്ടോ ആതിരപ്പള്ളിയിൽ വന്ന തിരക്കാ നോക്ക്. അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെ ഫുൾ വണ്ടി പാർക്ക് ചെയ്തേക്കും കേട്ടോ. ഇതുപോലെ തിരക്കാണ്. ചക്കുജ കഴിഞ്ഞു വണ്ടി വിട്ടു. കാണാം ആരും ഓടിപ്പോണ മനുഷ്യരാ. ഫോറസ്റ്റ് ഗാർഡ് ആന അപകടം ഉണ്ടാക്കാനാണോ പോവാനായിട്ട്? തോക്കിന്റെ ഒച്ചയായിട്ട് അങ്ങോട്ട് പോവല്ലേ? മറ്റേ
തോക്കില്ലേ ഒറിജിനൽ ഇല്ലാത്ത ആ മറ്റേ പടക്കം പൊട്ടിക്കുന്നത് ആ ആ ഇത് പിന്നെ നമ്മൾ പോരുന്ന വഴിയാട്ടോ ബീഫ് വാങ്ങിക്കാൻ വേണ്ടി കയറിയേ. ഇനി തൂങ്ങിട്ട് വേണ്ട എന്താ നമ്മൾ മേടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഉണ്ടോ ചക്കുജു ചക്കുജു ആ